കരുണയുടെ അവസാന മണിക്കൂർ, നീതിയുടെ ദിവസങ്ങളുടെ ആരംഭം. എന്റെ ജനമേ, എന്റെ നീതിയുടെ ശിക്ഷയുടെ ആരംഭമായിരിക്കും ഇത്. സൂര്യൻ ഈ ദുരിതങ്ങൾ വിളിച്ചു പറയും. ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം ആകാശം നിലവിളിക്കും. എന്നാൽ അത് ദൈവത്തിന്റെ നീതി ആത്മാക്കൾ ശ്രവിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട സമയത്തിന്റെ ആരംഭമാണ്. എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയുടെ സകലത്തിന്റെയും സൃഷ്ടാവാണ്. തീർച്ചയായും എന്റെ രാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഞാൻ ആഗ്രഹിച്ചു. നിങ്ങളെയെല്ലാം സൃഷ്ടിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ രാജാവും കർത്താവുമായിരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. എന്നാൽ നിങ്ങളാകട്ടെ, ജ്ഞാനസ്നാനവേളയിൽ നിങ്ങൾ എന്നോട് വാഗ്ദാനം ചെയ്ത വിശ്വാസത്തെ മലിനപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യർ തങ്ങളെ തന്നെ സ്നേഹിക്കുകയും എന്നെ ശ്രവിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. നോക്കൂ, പിശാച് സത്യമായും ഒരു കവർച്ചക്കാരനാണ്. കാരണം അവൻ പാപപ്രലോഭനങ്ങൾ വഴിയും വ്യാജ വാഗ്ദാനങ്ങൾ വഴിയും തനിക്ക് വേണ്ടി ആത്മാക്കളെ മോഷ്ടിക്കുന്നു. അങ്ങനെ ഞാൻ എന്റെ രക്തം നൽകി വീണ്ടെടുത്ത മനുഷ്യാത്മാവ് ഇപ്പോൾ അവന് അവകാശപ്പെട്ടതായിരിക്കുന്നു. എന്തെന്നാൽ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. അതുപയോഗിച്ച് അവൻ എന്റെ കൽപ്പനകൾ ബോധപൂർവ്വം നിരസിക്കുകയും പിശാചിനനുസരിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ പിശാച് നല്ലവനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൻ എന്റെ ദുഷ്ടമനസ്സിനാൽ വീണു പോവുകയും എന്റെ ശത്രുവായി തീരുകയും ചെയ്തു. ഞാനിപ്പോൾ അങ്ങേയറ്റം വെറുക്കപ്പെടുന്നുവെങ്കിലും എന്റെ കരുണ യാചിക്കുകയും എന്റെ മുൻപിൽ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും അവരെ പിശാചിന് പിടിയിൽ നിന്ന് രക്ഷിക്കാനും തക്ക വിധത്തിൽ ഞാൻ അത്രമേൽ കരുണാമയനാണ്. എന്നാൽ എന്നെ തുടർന്ന് ദേഷിക്കുന്നവരാകട്ടെ സന്ദർശിക്കുന്നവരുടെ രീതിയായിരിക്കും. രണ്ടു തരം ശിക്ഷകൾ ദൈവം രണ്ട് ശിക്ഷകളായിരിക്കും. ഒന്നാമത് യുദ്ധങ്ങളുടെയും വിപ്ലവങ്ങളുടെയും മറ്റ് തിന്മകളുടെയും രൂപത്തിലായിരിക്കും. രണ്ടാമത്തെ ശിക്ഷ സ്വർഗ്ഗത്തിൽ നയിക്കപ്പെടുന്നത് 3 ദിവസത്തെ അന്ധകാരമായിരിക്കും. അത് സംഭവിക്കുക എന്റെ പരമപരിശുദ്ധ ഉദാശകളുടെയും കുരിശുമരണത്തിന്റെയും എന്റെ മാതാവിന്റെ ദിനങ്ങളായ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായിരിക്കും. ആ 3 ദിവസങ്ങളിൽ ഭൂമി അന്ധകാരത്തിൽ മൂടപ്പെടും. നരകം ഭൂമിയിൽ തുറന്നു വിടപ്പെടുകയും ചെയ്യും. വിശ്വാസമോ എന്റെ ശക്തിയിൽ ശരണമോ ഇല്ലാത്തവർ ഭയം കൊണ്ട് മരിക്കത്തക്ക വിധം ഇടിയും മിന്നലും സംഭവിക്കും. അതിഭയാനകമായ അന്ധകാരത്തെ ദിവസങ്ങളിൽ ജനാലകൾ തുറക്കരുത്. കാരണം ആ ദിവസങ്ങളിലെ ഭൂമിയെയും അതിന്റെ ഭീതിപരമായ നിർപ്പകർച്ചയും കണ്ടുകൊണ്ട് നിൽക്കാൻ ആർക്കും സാധിക്കില്ല. വിധിയുടെ പ്രഹരമേറ്റ ഭൂമി പ്രകമ്പനം കൊള്ളുകയും മനുഷ്യരുടെ ഭയം അധികരിക്കുകയും ചെയ്യും. ശിക്ഷയുടെ ആ ദിവസങ്ങളിൽ ആകാശം അഗ്നിയിൽ കത്തിജ്വലിക്കും. ഭൂമി വളർന്നു മാറും. അഭയകേന്ദ്രങ്ങൾക്ക് പുറത്തുള്ള ഒരാൾ പോലും അതിനെ അതിജീവിക്കില്ല. അപ്പോൾ വിലാപത്തിന്റെ ആ നാളുകളിൽ അനേക ഭൂകമ്പങ്ങളെക്കാൾ ശക്തമായൊരു ഭൂകമ്പം സംഭവിക്കും. ആശീർവദിച്ച മെഴുകുതിരികൾ സ്ഥാപിച്ചു പിടിക്കുന്ന പീഠങ്ങളിൽ ഒഴിച്ച മറ്റെല്ലാ വസ്തുക്കളെയും ആ ഭൂകമ്പത്തിലിളകും. അന്ധകാരത്തിന്റെ വേളയിൽ ദുഷ്പ്രവർത്തികൾ വൃത്തികെട്ട രൂപത്തിൽ ധരിച്ച് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. രക്തമൊഴുകുന്നത് പോലെ ചുവന്ന മേഘങ്ങൾ ആകാശത്തിൽ കാണപ്പെടും. ഇടിമുഴക്കം ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുകയും മിന്നൽ അപ്രതീക്ഷിതമായി ആകാശത്ത് പ്രഹരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകുകയും സമുദ്രം ഉയരുകയും അതിന്റെ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ഭൂഖണ്ഡങ്ങളുടെ മേൽ പതിക്കുകയും ചെയ്യും. ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും സാത്താൻ ഓടി നടക്കുന്ന അലർച്ചകൾ നിങ്ങൾ കേൾക്കും. ലൂസിഫറുടെ ശബ്ദം തന്നെ. നിങ്ങൾ അടയാളങ്ങൾ സഭയിലും കാണും. സഭാ നിയമങ്ങൾ ലംഘിക്കുന്നത്, വ്യാജമായ ആരാധന, ദേവാലയങ്ങളിലെ വണക്കക്കുറവായ പെരുമാറ്റവും ദേവാലയങ്ങൾക്ക് ചേരാത്ത തരത്തിലുള്ള അശുദ്ധമായ വസ്ത്രധാരണവും പള്ളിയിൽ വരുന്നവരുടെ എണ്ണത്തിലുള്ള ഇടിവും അടച്ചുപൂട്ടപ്പെടുന്ന ദേവാലയങ്ങൾ, വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പള്ളികൾ, നിസ്സംഗത, ഭിന്നത, കലഹങ്ങൾ, ദൈവഭയം ഇല്ലായ്മ, ദൈവത്തിനെതിരെ മറുതലിക്കുന്നത്, സ്വന്തം അറിവിലുള്ള മനുഷ്യന്റെ അഹങ്കാരം, തകരുന്ന കുടുംബ ബന്ധങ്ങൾ, അസന്മാർഗികത, വ്യഭിചാരവും മ്ലേച്ഛമായ ഫാഷനുകളും ഇവയൊക്കെ നിങ്ങൾ കാണും. തിന്നാനും കുടിക്കാനും നൃത്തം ചെയ്യാനും മറ്റു വിധത്തിലുള്ള സുഖങ്ങൾ നുകരാനും മാത്രമേ മനുഷ്യർക്ക് താല്പര്യമുണ്ടാവുകയുള്ളൂ. ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും. അധികാരത്തിന്റെ നിന്ദിക്കൽ, ഭരണകൂടങ്ങളുടെ പതനം, ഉയർന്നതരങ്ങളുടെ ആശയക്കുഴപ്പം, ആഭ്യന്തര യുദ്ധങ്ങൾ, വിപ്ലവങ്ങൾ എന്നിവ സംഭവിക്കും. പിന്നെ വെള്ളപ്പൊക്കങ്ങൾ, കൊടുങ്കാറ്റുകൾ, ഭൂകമ്പങ്ങൾ, ശക്തമായ തിരമാലകൾ, ക്ഷാമം, പകർച്ചവ്യാധികൾ, അജ്ഞാത രോഗങ്ങൾ എന്നിവയുടെ വരാനിരിക്കുന്ന അക്കാലത്ത് ഭൂമി നോക്കിയുടെ കാലത്തതുപോലെയും സോദോം ഗൊമോറയുടെ കാലത്ത് പോലെയും ആയിരിക്കും. തങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കുകയും സത്യത്തിനെതിരെ തങ്ങളെ ചെവികൾ അടച്ചു വയ്ക്കുകയും ചെയ്തതിനാൽ പാപികൾ അഗാധകർത്തത്തിലേക്ക് നിപതിക്കും. അവർ എല്ലാവരുമുള്ള ജഡത്തിന്റെ സന്തോഷങ്ങൾക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. ലോകമെങ്ങും എല്ലാ രാജ്യങ്ങളിലും പാപം ഒരു ജീവിത രീതി തന്നെയായിരുന്നു. ഞാൻ നീതിയുടെ എല്ലാ പ്രതാപത്തോടെയും കൂടെ ഉടൻ തന്നെ എഴുന്നേൽക്കും. ഞാൻ ഭൂമിയെയും പാപാവസ്ഥയിലുള്ള ആത്മാവിനെയും പ്രഹരിക്കും. അതുകൊണ്ട് എന്റെ കുഞ്ഞുമക്കളെ, ഈ ഭീകരതയുടെ പ്രളയത്തിനിടയിൽ നിങ്ങൾ എന്റെ കുരിശ്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, വഹിച്ചുകൊണ്ടിരിക്കും. സ്നേഹത്തിലും കരുണയിലും രക്ഷിക്കപ്പെടേണ്ടതിനായി നിങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു. എന്റെ കുഞ്ഞെ, ഈ ത്രിദിനാന്തകാരം
പുറപ്പാട് പുസ്തകത്തിലെ 7 മഹാമാരികളുടെയും യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകത്തിലെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ 5ഉം 6ഉം മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വാഭാവികമായ അന്ധകാരമാകുന്നു മഹാമാരി ത്രിദിനാന്തകാലത്തിന് അടയാളമായി കാണപ്പെടുന്നു. ത്രിദിനാന്തകാരം, 3 ദിവസത്തെ അന്ധകാരത്തെക്കുറിച്ചും ആ ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചും ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ഇതൊരു സ്വകാര്യ വെളിപ്പാടാണ്. എന്റെ പ്രിയപ്പെട്ട ചുരുക്കം ചിലർക്ക് മാത്രമേ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. ആ ദിവസങ്ങളിൽ ലോകം മുഴുവൻ ഇരുട്ടിലായിരിക്കും. ആ സമയത്ത് ദുഷ്ടാരൂപികൾ ഭൂമിയിൽ കറങ്ങി നടക്കുകയും വലിയ നാശത്തിനും മനുഷ്യരുടെ സഹനത്തിനും കാരണമാവുകയും ചെയ്യും. എല്ലാവരും ഭവനങ്ങൾ തന്നെ ആയിരിക്കട്ടെ. ഈ സമയത്ത് ഒരു വലിയ ശുദ്ധീകരണം സംഭവിക്കും. അപ്പോൾ ആത്മീയമായ തങ്ങളെ തന്നെ ഒരുക്കമായിട്ടുള്ളവർ സംരക്ഷിക്കപ്പെടും. അങ്ങനെ ഒരുങ്ങാത്തവർ കൊടിയ സഹനം ഉണ്ടാകും. ആ 3 ദിവസങ്ങളിൽ ഒന്നും തന്നെ ദൃശ്യമായിരിക്കില്ല. മഹാമാരി വഹിച്ചുകൊണ്ടുവരുന്ന വായു അനേകരുടെ ജീവൻ അപഹരിക്കും. അതിൽ എന്റെ മതത്തിന്റെ ശത്രുക്കളും ഉൾപ്പെടും. ആശീർവദിച്ച മെഴുകുതിരികളല്ലാതെ മനുഷ്യനിർമ്മിതമായ മറ്റൊരു വെളിച്ചവും ആ നാളുകൾ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. സർവ്വലോകത്തെയും ബാധിക്കുന്ന ഈ അന്ധകാരത്തിലെ 3 ദിവസങ്ങളിൽ കർത്താവ് ഉടൻ തന്നെ മാനസാന്തരപ്പെടുത്തുന്ന ചുരുക്കം ചിലരൊഴികെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സഭയുടെ എല്ലാ ശത്രുക്കളും നശിക്കും. അന്തരീക്ഷത്തിലെങ്ങും ദുഷ്ടാരൂപികൾ വ്യാപിക്കും. അവർ വൃത്തികെട്ട പല രൂപങ്ങളും പ്രത്യക്ഷപ്പെടും. എന്റെ കുഞ്ഞെ, ഇതറിഞ്ഞിരിക്കുക, മുൻകൂട്ടി അറിയിക്കാതെ ദൈവം ഒരിക്കലും മനുഷ്യരെയോ തന്റെ ഏതെങ്കിലും സൃഷ്ടികളെ ശിക്ഷിക്കുന്നില്ല. ക്രിസ്ത്യാനികൾക്കോ ദൈവത്തിന്റെ ജനത്തിനോ പ്രത്യാശ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയം വരുമ്പോൾ ഒരു മഹാത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം തന്നെ നിർബന്ധിക്കും. അതിനെയാണ് ചില പ്രവാചകർ ഭയാനകമായ സംഭവം എന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംഭവങ്ങൾ എല്ലാവരെയും ഭയപ്പെടുത്തുമെങ്കിലും സത്യമായും വിശുദ്ധരായവർക്ക് ഇവ കൊണ്ട് യാതൊരു ഉപദ്രവം ഉണ്ടാകുന്നില്ല. പിന്നെയോ ഇവയെല്ലാം ദൈവത്തിന്റെ ശിക്ഷയുടെ സമാപനം കുറിക്കുന്നു എന്നറിഞ്ഞ് നാം ആശ്വാസം കൊള്ളണം. മുൻകാലങ്ങളിൽ നിന്റെ സഹോദരനോട് പറഞ്ഞിട്ടുള്ള ഇതേ കാര്യം നിന്നോട് ഞാൻ പറയുന്നത് വരാനിരിക്കുന്ന അന്ധകാലത്തിന്റെ ദിനങ്ങൾക്കായി നിങ്ങൾ ഒരുങ്ങുന്നതിന് വേണ്ടിയാണ്. ആ ദിവസങ്ങളിൽ ശൈത്യം അതികഠിനമായിരിക്കും. കാറ്റ് ആഞ്ഞു വീശും. ഇടിമിന്നലും അതിനെ തുടർന്നുണ്ടാകുന്ന ഇടിമുഴക്കവും കേൾക്കുമ്പോൾ എല്ലാ വാതിലുകളും ജനാലകളും അടയ്ക്കുക. വീടിന് പുറത്തുള്ള ഒരാളോട് പോലും സംസാരിക്കരുത്. ഭൂകമ്പം സംഭവിക്കുമ്പോൾ പുറത്തേക്ക് നോക്കരുത്. കാരണം ദൈവത്തിന്റെ ക്രോധം പരിശുദ്ധമാണ്. ഈ ഉപദേശം നിരസിക്കുന്നവർ ഉടനടി കൊല്ലപ്പെടും. കാറ്റ് അതിനൊപ്പം വിഷവാതകങ്ങൾ കൊണ്ടുവരികയും ഭൂമി ആവരണം ചെയ്യുകയും ചെയ്യും. നിഷ്കളങ്കമായിരിക്കെ സഹിക്കുകയും മരിക്കുകയും ചെയ്യുന്നവർ രക്തസാക്ഷികളായിരിക്കും. അവർ എന്റെ രാജ്യങ്ങളിൽ എന്നോടത്തായിരിക്കുകയും ചെയ്യും. ആ ദിവസങ്ങളിൽ അവർ വിജയിക്കും. 3 രാത്രികൾക്ക് ശേഷം ഭൂകമ്പവും അഗ്നിയും ശമിക്കും. ത്രിദിനാന്തകാലത്തിനായി ഒരുങ്ങുക. നിങ്ങൾക്ക് ഒരുങ്ങാനുള്ള വഴികൾ ഇവയൊക്കെയാണ്: പാപങ്ങളെ കുറിച്ച് അനുദപിക്കുക, അതായത് പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുകയും അവയിൽ നിന്ന് പിന്തിരിക്കുകയും ചെയ്യുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിഹാരം ചെയ്യുന്നില്ലെങ്കിൽ നല്ലവരെ നശിക്കും. വ്യക്തിപരമായി എന്നെ നിങ്ങളുടെ കർത്താവ് രക്ഷകനുമായി ഏറ്റുപറയുക. രക്ഷ പ്രാപിക്കാനും തിരുജീവിതത്തെ പ്രവേശിക്കാനും വേണ്ടി നിങ്ങളുടെ മുഴുവൻ ശരണവും എന്നെ അർപ്പിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുക. എല്ലായ്പ്പോഴും വരപ്രസാദാവസ്ഥയിലായിരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ എന്റെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുക. പിശാചിന്റെ മേൽ പൂർണ്ണമായും ആധികാരികമായി വിജയം നേടുന്ന അവളാണ്. ഈ അന്ത്യനാളുകളിൽ നിങ്ങൾക്ക് സംരക്ഷണത്തിനുള്ള മാർഗവും നിങ്ങളുടെ ജീവിതത്തിന്റെ പോഷണവുമായി എന്റെ പിതാവ് നൽകിയിരിക്കുന്ന അവളെയാണ്. ഇടയ്ക്കിടെ അരൂപിയിൽ ദിവ്യകാരം സ്വീകരിക്കുകയും മനസ്താപങ്ങൾ ചൊല്ലുകയും ചെയ്യുക. ലിയോ 13 പാപ്പ രചിച്ച മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന പൂർണ്ണരൂപത്തിലുള്ളത് ചൊല്ലുകയും നിങ്ങളുടെ സഹനങ്ങളെയും പ്രാർത്ഥനാപൂർവ്വം സഭയുടെ നവീകരണത്തിനായി കാഴ്ചവെക്കുകയും ചെയ്യുക. എല്ലാ ദിവസവും പരിഹാര പ്രവർത്തികൾ ചെയ്യുകയും ജപമാല ചൊല്ലുകയും ചെയ്യുക. എല്ലാ ജനാലകളും ഭദ്രമായി അടയ്ക്കുക. പുറത്തു നോക്കാതിരിക്കുക. ഒരു ആശീർവദിച്ച മെഴുകുതിരി കത്തിച്ചു വെക്കുക. അനേക ദിവസങ്ങളിലേക്ക് ഒരു മെഴുകുതിരി മതിയാകും. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുകയും കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലുകയും ചെയ്യുക. അനേകം ആത്മാക്കളെ രക്ഷിക്കാനായി പരിത്യാഗം ചെയ്ത് കാഴ്ചവെക്കുകയോ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുകയോ ചെയ്യുക. വീടിന് പുറത്തേക്ക് പോകരുത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കരുതി വെക്കുക. പ്രകൃതി ശക്തി ഇളകുകയും അഗ്നിമണ മനുഷ്യരെ ഭയം കൊണ്ട് വിറകൊള്ളിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കുക. ഞാൻ നിങ്ങളുടെ നിന്നെയുണ്ട്. വാതിലുകളിൽ നിന്നും ജനാലകളിൽ നിന്നും അകന്നു നിൽക്കുക. യാതൊരു കാരണവശാലും പുറത്തു നോക്കുകയോ പുറത്തു പോവുകയോ ചെയ്യരുത്. പുറത്തുനിന്ന് വിളിക്കുന്ന അരുമായ സംസാരിക്കാൻ നിൽക്കരുത്. കാരണം അഭയകേന്ദ്രങ്ങൾക്കുള്ളിൽ സുരക്ഷിതരായിരിക്കുന്നവരെ വശീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നവരായി ദുഷ്ടാരൂപികളെ വഞ്ചനപരമായ മറ്റുള്ള ശബ്ദം അനുകരിച്ച് നിങ്ങളെ വിളിക്കും. പുറത്തേക്ക് നോക്കുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യുന്ന ഏതൊരാളും ഉടനടി കൊല്ലപ്പെടും. വെഞ്ചരിച്ച മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് പ്രകാശം കിട്ടാൻ ഇത് മാത്രം വിവരിക്കുകയുള്ളൂ. എന്നാൽ ഇവ ദൈവഭയമില്ലാത്തവരുടെയും പാപികളുടെയും ഭവനങ്ങളെ കത്തുകയില്ല. വിശ്വാസികളുടെ ഭവനങ്ങളെ ഒരിക്കൽ കത്തിച്ചാൽ അത് പിന്നെ ഒരിക്കലും അണഞ്ഞു പോവുകയില്ല. അന്നാൻ വെള്ളം വീടിനുള്ളിൽ സമൃദ്ധമായി തളിച്ചുകൊണ്ട് നിങ്ങൾ തന്നെയും മറ്റുള്ളവരെയും ആശീർവദിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും എന്റെ അമ്മയുടെ മധ്യസ്ഥ യാചിക്കുകയും ചെയ്യുക. വരപ്രസാദാവസ്ഥനായിരിക്കുകയും എന്റെ അമ്മയുടെ സംരക്ഷണം അപേക്ഷിക്കുകയും വിശുദ്ധരുടെയും മലാഖമാരുടെയും മധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയുന്നു.
അത് സംഭവിക്കുമ്പോൾ യാത്രയിൽ ആയിരിക്കുകയും അഭയകേന്ദ്രം എത്തിപ്പെടാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസാദവസ്ഥ അവസ്ഥയിലായിരിക്കുകയും നിത്യപിതാവായ ദൈവത്തോട് അനുരഞ്ജനപ്പെട്ടിരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ രക്തസാക്ഷികളായി മരിക്കുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ചില കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ദൈവം തീരുമാനിക്കുന്ന മറ്റു ചിലരും നേരത്തെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അത് അവരെ ആ ദിവസങ്ങളിൽ ഭീകരതയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അത്രയും. അതുകൊണ്ട് എന്റെ മക്കളെ, ഭയപ്പെടാതിരിക്കുക. ദൈവത്തിന്റെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതിരിക്കുന്ന ദൈവത്തെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ വെളിപ്പെടുത്തുന്നതിനുള്ള സമയത്തിലേക്കും അടയാളങ്ങളിലേക്കും നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അനേകർ അതുവഴിയായി കഴുകി വെടിപ്പാക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും നിർമ്മലരാക്കപ്പെടുകയും ചെയ്യും. നിങ്ങളിൽ ആരെല്ലാം തന്റെ വചനം അനുസരിക്കുകയും എന്ന് കണ്ടറിയാനായി എന്റെ പിതാവ് നിങ്ങൾ എല്ലാവരെയും പരീക്ഷിക്കുകയാണ്. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ദുഷ്ടരാരും ആ സത്യങ്ങൾ ഗ്രഹിക്കുകയുമില്ല. എന്നാൽ ജ്ഞാനികൾ ഗ്രഹിക്കും. പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരിയും ഉടൻ തന്നെ മനുഷ്യകുലം സർവ്വസംഹാരിയായ വിനാശം നേരിടാനിരിക്കുന്നു. അതിന്റെ ആദ്യ അടയാളങ്ങൾ യുദ്ധം, അക്രമം, അരാജകത്വം എന്നിവയാണ്. തുടർന്ന് മഴ പെയ്യാത്തതിനാൽ ഉണ്ടാകാവുന്ന വരൾച്ചയും ക്ഷാമവും സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കും. വരൾച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കാട്ടുതീയുണ്ടാകും. അതിനുശേഷം പ്രളയമുണ്ടാകും. വരൾച്ച, ക്ഷാമം, അഗ്നി, പ്രളയം ഇരുന്നാലും സ്വഭാവത്തിൽ അതിന് ഒരുമിച്ച് സംഭവിക്കുന്നു. ഭൂകമ്പത്തിനും മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾക്ക് ശേഷം ക്ഷാമം ഉണ്ടാകുമെന്നും ഞാൻ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നല്ലോ. ഈ യുഗത്തിന്റെ അന്ത്യം അടുക്കുന്തോറും ഭൂകമ്പവും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും വർദ്ധിക്കുക തന്നെ ചെയ്യും എന്ന സത്യം ഞാൻ നിന്നോട് പറയട്ടെ. തുടർന്ന് മഹാമാരികൾ പ്രത്യക്ഷപ്പെടും. പകർച്ചവ്യാധികളും മഹാമാരികളും ഇപ്പോൾ തന്നെ പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു. അവ പൊതു ആരോഗ്യ സേവന സംവിധാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ വലിയ വെല്ലുവിളിയാണ്. ബൈബിൾ വ്യക്തമായി തന്നെ പറയുന്നു, മഹാമാരികളും പകർച്ചവ്യാധികളും പോലെയുള്ള ഭാവിയിലെ രോഗങ്ങളെല്ലാം പരത്തുന്നത് വന്യമൃഗങ്ങളായിരിക്കുമെന്ന്. നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നെങ്കിൽ ദയവ് ചെയ്ത് വെളിപാടിന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം വായിക്കുക. മനുഷ്യനെ ആത്മാവിലും ശരീരത്തിലും ശിക്ഷിക്കുന്ന ശിക്ഷകൾ കാണുമ്പോഴെല്ലാം ആ പുരാതന സർപ്പം സന്തോഷിക്കുകയാണ്. സ്വർഗീയ മഹത്വം സ്വയം നഷ്ടപ്പെടുത്തിയ അവൻ മറ്റാരും ദൈവത്തിന്റെ അടുത്തെത്താൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ തന്റെ ഉപദേശം ശ്രവിക്കുന്നു എന്ന് എപ്പോൾ അവൻ മനസ്സിലാക്കിയോ അപ്പോൾ തന്നെ അവൻ ദൈവത്തിനെതിരായ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം. വൻ ഭൂകമ്പങ്ങൾ ഓർക്കുക. മുൻപേ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഭൂമി പ്രകമ്പനം കൊള്ളും. മനുഷ്യവംശ പാപങ്ങൾ നേരിടുന്ന പരിണിത ഫലമായി ഭൂമിയുടെ 1/3 ചൂട് കൊണ്ടുവരുമ്പം സത്യം അറിയുന്നവർ എടുത്തുവെക്കുകയും ദൈവത്തിന്റെ വചനം സ്വീകരിക്കുകയും അവിടുത്തെ ആദരിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവിക നിയമങ്ങൾക്കെതിരായുള്ള പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. എന്നാൽ മനുഷ്യരാശി വിജാതിയെ ആശ്ലേഷിക്കുകയും പരസ്പരം കൊല്ലുകയും ചെയ്യുന്നതിനാൽ ശിക്ഷയുടെ ഒരു പരമ്പര തന്നെ അനുഭവിക്കാനിരിക്കുന്നു. ദേശത്തെ ശക്തമായ ഭൂകമ്പങ്ങൾ സംഭവിക്കും. അവ ഒന്നിനു പുറകെ ഒന്നായി ഉടൻ തന്നെ സംഭവിക്കും. രൂക്ഷമായ കാലാവസ്ഥ വ്യതിയാനങ്ങളുടെയും തണുപ്പിന്റെ ചൂടിലേക്ക് പെട്ടെന്നുള്ള മാറ്റവും ഉടൻ തന്നെ സംഭവിക്കും. ഇനി അങ്ങോട്ട് ഋതുക്കൾ മുൻകാലങ്ങളിൽ ആയിരിക്കുന്നത് പോലെ ആയിരിക്കില്ല. വെള്ളപ്പൊക്കവും സമുദ്രത്തിലെ കൊടുങ്കാറ്റുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും കൂടുതലായി ഉണ്ടാകും. ദൈവത്തിനെതിരായ ദുഷ്ടനിയമം നടപ്പിൽ വരുത്തുന്ന രാജ്യങ്ങളെ ഭൂകമ്പങ്ങൾ പിടിച്ചു കുലുക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് എന്നറിയുന്നവർക്ക് മനസ്സിലാകും. ഈ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭയാനകമായ ശിക്ഷ സത്യത്തെ ബോധപൂർവ്വം തടയുന്ന വ്യാജ സഭകളുടെ മേൽ തപതിക്കും. എന്റെ അടുക്കൽ നിന്ന് കവർന്നെടുക്കുന്ന ആത്മാക്കളെ പ്രതി അവർ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരും. യുദ്ധം രൂക്ഷമാവുകയും അനേകം ജീവനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. വിവിധ ദേശങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അകപ്പെടും. കൃഷികൾ നശിക്കും. നിങ്ങളെ അനേകർ നിങ്ങളുടെ ഭരണകൂടങ്ങളാൽ പീഡിപ്പിക്കപ്പെടും. ആദ്യത്തെ അടയാളം ഭൂമി കൂടുതൽ വേഗതയിൽ കറങ്ങാൻ തുടങ്ങുന്നതായിരിക്കും. രണ്ടാമത്തെ അടയാളം സൂര്യനെ സംബന്ധിച്ചുള്ളതാണ്. സാധാരണയിലും വലുതായി കാണപ്പെടുന്ന സൂര്യൻ കൂടുതൽ പ്രകാശമാനമായി അനുഭവപ്പെടുകയും കൂടുതൽ വേഗതയിൽ കറങ്ങുകയും ചെയ്യും. അപ്പോൾ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ലോകത്തെ മുഴുവൻ ഇളകി മറിക്കും. ആ മാറ്റങ്ങളുടെ അർത്ഥം ഭൂമിയുടെ പല ഭാഗങ്ങളിലും നശിപ്പിക്കപ്പെടുമെന്നതാണ്.